Assalamu alaikum. Today we discuss about the borrowing cost in the S23. പുതിയ സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Then what are borrowing costs? Borrowing costs can be defined as interest and other costs incurred by an enterprise in relation to the borrowing of fund. ഒരു എൻ്റർപ്രൈസസ് ഫണ്ട് ബോറോ ചെയ്യുമ്പോൾ ആ ബോറോയിങ് ഫണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റോ അതർ കോസ്റ്റിനെയാണ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then borrowing costs refer to the expenses of taking out of loan expenses like interest payment incurred from a loan or any other kind of borrowings. Then borrowing costs include the following: interest on bank overdraft and short-term and long-term borrowings. Interest അതായത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റുമായി റിലേറ്റ് ചെയ്ത അതും ഒരു ടൈപ്പ് ഓഫ് ബോറോയിങ് തന്നെയാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ്, ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ബോറോയിങ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ്, ദെൻ അമോർട്ടൈസേഷൻ ഓഫ് ഡിസ്കൗണ്ട് ഓഫ് പ്രീമിയം റിലേറ്റിംഗ് ടു ബോറോയിങ്സ്. Okay, then amortization of ancillary costs incurred in connection with the arrangement of borrowing. അതായത് ബോറോയിങ്സിൻ്റെ അറേഞ്ച്മെൻറ്റിനായിട്ട്, അതായത് ഒരു ലോൺ എടുക്കാൻ വേണ്ടി വരുമ്പോൾ ചില കോസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റ്. ദെൻ ഫിനാൻസ് ചാർജസ് ഇൻ റെസ്പെക്ട് ഓഫ് ഫിനാൻസ് ലീസ് റെക്കഗ്നൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻ ദ 17. Thus, the borrowing costs are interest and other costs incurred by a firm as a result of borrowing money. ഒരു ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസസ് ഫണ്ട് ബോറോ ചെയ്യുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ലോണ്, അതായത് കടമെടുക്കുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് ആ ഫണ്ട് ബോറോയിങ് ഫണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അതർ കോസ്റ്റോ ഇനിയാണ് ബോറോയിങ് കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ക്വാളിഫയിങ് അസെറ്റ്. ഓക്കെ, ദെൻ ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ക്വാളിഫയിങ് അസെറ്റ്. ദെൻ എന്താന്ന് നോക്കാം. വാട്ട് ഈസ് ക്വാളിഫയിങ് അസെറ്റ് ആസ് പെർ ഇൻഡെക്സ് 16. ഓക്കെ, then qualifying assets are those assets that take a substantial period time to get ready for its intended use or sale. അതായത് നമ്മൾ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ അത് ആ ഒരു അസറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാവാൻ വേണ്ടി എടുക്കുന്ന സമയം, അല്ലെങ്കിൽ ആ അസറ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈം, അങ്ങനെയുള്ള ആ ഒരു ടൈം പരിഗണിച്ചുകൊണ്ട് ഉള്ള ഒരു ടൈപ്പ് ഓഫ് അസറ്റിനെയാണ് ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു അസറ്റ് എന്താണ്, കുറച്ച് ടൈമൊക്കെ എടുക്കും, അതായത് യൂസ് ചെയ്യാനോ സെയിൽ ചെയ്യാനോ ഒരു സെർട്ടൺ ടൈം എടുക്കും എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് അസറ്റിനെയാണ് ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്. Okay, then example of qualifying asset include manufacturing plants, power generation facilities, inventories requiring substantial period of time to get ready for sale. ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇൻവെൻട്രി സ്റ്റോക്ക്, അത് റോ മെറ്റീരിയൽസ്, ഇൻവെൻട്രീസ് ഒക്കെ എന്താണ് ഒരു സബ്സ്റ്റാൻഷ്യൽ, അതായത് ഒരു പ്രോപ്പർ ടൈം എടുത്തിട്ടാണ് അത് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനോ ഉള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തുക. അങ്ങനെയുള്ള അസറ്റിനെയാണ് ക്വാളിഫയിങ് അസറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then Akbar Limited has a qualifying asset which is a chemical plant. 80% of borrowings of the firm are attributable to the asset. The balance is not used for qualifying asset. ഇവിടെ മീൻ ചെയ്യുന്നത് അക്ബർ ലിമിറ്റഡ് അവരുടെ ക്വാളിഫയിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് കെമിക്കൽ പ്ലാന്റ് ആണ്. അതിൽ 80% ഓഫ് ദ ബോറോയിങ്, അവർ ലോൺ എടുത്തതിൻ്റെ 80% അവിടെ അസറ്റുമായിട്ട് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ആണ്. അതായത് ശരിക്ക് കറക്റ്റായിട്ട് റിലയബിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന 80% ബോറോയിങ് ആട്രിബ്യൂട്ടബിൾ ആണ്. ദെൻ ബാലൻസ് ഉള്ള 20% എന്നുള്ളത് നോട്ട് യൂസ്ഡ് ഫോർ ക്വാളിഫയിങ് അസറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വാളിഫയിങ് അസറ്റിന്
യൂസ് ചെയ്യുന്നില്ല. സോ ഓൾ ബോറോയിങ്സ് ആർ ദ സെയിം ഇൻട്രസ്റ്റ് റേറ്റ്. ബട്ട് എല്ലാ ബോറോയിങ്സിനും എന്ത് തന്നെയാണ്? സെയിം ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ചാർജ് ഡ്യൂറിങ് ദ ഇയർ വാസ് 2 lakh. ബട്ട് അതിൻ്റെ ഒരു പിന്നെ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 lakh ആണ്. ഹൗ വിൽ യു റേറ്റ്? എത്രയാണ് റേറ്റ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫണ്ട് അതായത് ഒരു ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ബോറോ ചെയ്യുക, അതായത് അവർക്ക് ആവശ്യമുള്ള എമൗണ്ട് കട എടുക്കുമ്പോൾ അവർക്ക് ക്വാളിഫൈങ് അസറ്റുമായി റിലേറ്റ് ചെയ്ത കോസ്റ്റ് ആണെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യാം. ക്യാപിറ്റലൈസ് ചെയ്യാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ അസറ്റിൻ്റെ കോസ്റ്റിനോട് കൂടിയിട്ട് ആഡ് ചെയ്യാം. ഇവിടെ ക്വാളിഫൈങ് അസറ്റുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത് അവർ ബോറോ ചെയ്ത ഫണ്ടിൻ്റെ 80% അവർ ക്വാളിഫൈങ് അസറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 80% അവർക്ക് എന്ത് ചെയ്യാം? അസറ്റിനുമായിട്ട് ആഡ് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം. ദെൻ ബാക്കിയുള്ള 20% എന്ന് പറഞ്ഞാൽ അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നില്ല? നോട്ട് യൂസ്ഡ് ഫോർ ക്വാളിഫൈങ് അസറ്റ്. ക്വാളിഫൈങ് അസറ്റുമായി റിലേറ്റ് ഇല്ലാത്ത പെർസെൻറ്റേജ്, അതായത് ഈ 20% എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അത് P&L അക്കൗണ്ടിലാണ് ചാർജ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? Then examples that are not qualifying asset, അതായത് ക്വാളിഫൈങ് അസറ്റ് അല്ലാത്ത ഐറ്റംസ് എന്താ നോക്കാം. ഫിനാൻഷ്യൽ അസറ്റ്, ദെൻ ഇൻവെൻട്രീസ് ദാറ്റ് ആർ മാനുഫാക്ചർഡ് ഓർ അതർവൈസ് പ്രൊഡ്യൂസ് ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. മാനുഫാക്ചർ ചെയ്യുന്ന ഇൻവെൻട്രീസ് അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് അത് സെയിലബിൾ കണ്ടീഷനിലേക്ക് എത്തിയിട്ടുള്ള ഐറ്റംസ് ഒന്നും എന്തല്ല? ക്വാളിഫൈങ് അസറ്റ് അല്ല. ദെൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ. സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ടൈമാണ്. സ്റ്റാൻഡേർഡ് ഡസ് നോട്ട് പ്രൊവൈഡ് എ സ്പെസിഫിക് പ്രൊവിഡൻസ് ഓൺ ഹൗ ലോങ് എ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇത്ര സമയമാണ് സബ്സ്റ്റാൻഷ്യൽ പീരീഡ്. ബട്ട് മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ഡിസിഷൻ അനുസരിച്ചായിരിക്കും ഈ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം ഡിറ്റർമൈൻ ചെയ്യുക. സാധാരണയായിട്ട് എ പീരീഡ് ഫോർ 12 months ഈസ് കൺസിഡേർഡ് as a substantial period of time. സാധാരണയായിട്ട് 12 months ആണ് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം ആയിട്ട് കൺസിഡർ ചെയ്യാറ്. ഓക്കെ. ദെൻ ഒബ്ജക്റ്റീവ്സ്. ഇനി അപ്പോൾ ഇതുവരെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ബോറോയിങ് കോസ്റ്റ് എന്താണ് ക്വാളിഫൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ. സിമ്പിളായി പറയുകയാണെങ്കിൽ ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫണ്ട് ബോറോ ചെയ്യുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റും അതർ കോസ്റ്റും ഇനിയൊക്കെയാണ് ബോറോയിങ് കോസ്റ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ക്വാളിഫൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് സെയിലബിൾ കണ്ടീഷൻസിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഇൻറ്റൻഡഡ് യൂസ് എന്നാണ് പറയുക, അവർ ഉദ്ദേശിക്കുന്ന യൂസിലേക്ക് ഒരു certain period of time എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആ ഒരു സെയിലബിൾ കണ്ടീഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു certain period എടുക്കുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് അസറ്റിനെയാണ് ക്വാളിഫൈങ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് സെയിലബിൾ കണ്ടീഷൻ ആയിട്ടില്ല എന്നുള്ള സിറ്റുവേഷനുള്ള അസറ്റിനെയാണ് ക്വാളിഫൈങ് അസറ്റ് എന്ന് പറയുന്നത്. സോ ക്വാളിഫൈങ് അസറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബോറോയിങ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റലൈസ് ചെയ്യാം. അതല്ലാതെ വരുന്ന ബോറോയിങ് കോസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ഒബ്ജക്റ്റീവ്സ്. ഈ ഒരു ബോറോയിങ് കോസ്റ്റ് എന്നുള്ള സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഈസ് ടു പ്രിസ്ക്രൈബ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബോറോയിങ് കോസ്റ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ് ഇൻ അക്കൗണ്ടിങ്. അതായത് ഈ ഒരു ബോറോയിങ് കോസ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, അതായത് ഇൻട്രസ്റ്റോ അതർ കോസ്റ്റുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെ എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇറ്റ് ടെൽ വെദർ ദി കോസ്റ്റ് ഓഫ് ബോറോയിങ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഓഫ് അസറ്റ് ഓർ നോട്ട്. ഈ ഒരു സ്റ്റാൻഡേർഡിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു കോസ്റ്റ് ബോറോയിങ് കോസ്റ്റിൽ ഉൾപ്പെടുത്തണോ അസറ്റിൽ ഉൾപ്പെടുത്തണോ അല്ലെങ്കിൽ എക്സ്പെൻസ് ആയി ട്രീറ്റ് ചെയ്യണോ എന്നുള്ളത് കൃത്യമായിട്ട് ഈ സ്റ്റാൻഡേർഡിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. Then scope of in the 23 borrowing cost.
This standard does not apply to borrowing costs directly attributable to the acquisition cost, acquisition, construction or production of. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് എന്താണ് ഇത് ഒരു സ്റ്റാൻഡേർഡാണ്. ഈ ഒരു സ്റ്റാൻഡേർഡിൽ ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റ് അത് ഏതുമായി റിലേറ്റ് ചെയ്ത് അക്വിസിഷനുമായിട്ടോ കൺസ്ട്രക്ഷനുമായിട്ടോ പ്രൊഡക്ഷനുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ഈ സ്റ്റാൻഡേർഡിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ചില അസറ്റിൻ്റെ കേസിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യില്ല. So, this standard does not apply to borrowing costs directly attributable to the cost, acquisition, construction or production of a qualifying asset measured at a fair value. The example, biological asset under Ind-AS 41. അതായത് ബയോളജിക്കൽ അസറ്റിൻ്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ ക്വാളിഫയിങ് അസറ്റ് അതിൻ്റെ മെഷർ ചെയ്യുന്നത് ഫെയർ വാല്യൂ ആയിട്ടുള്ള ക്വാളിഫയിങ് അസറ്റ് ആണെങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യില്ല. അതേപോലെ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ. ഇൻവെൻട്രീസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ലാർജ് ക്വാണ്ടിറ്റീസ്. ഇൻവെൻട്രീസ് ലാർജ് ക്വാണ്ടിറ്റീസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് റിപ്പീറ്റേറ്റീവ് ബേസിലാണ് ചെറിയ ടൈം ഓഫ് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണെങ്കിലും ഈ ഒരു സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യില്ല. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ഇൻവെൻട്രീസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ലാർജ് ക്വാണ്ടിറ്റീസ് ഓൺ എ റിപ്പീറ്റേറ്റീവ് ബേസിസ് ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ രണ്ട് കേസ് വ്യക്തമാക്കുക. അതായത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു ക്വാളിഫയിങ് അസറ്റ് അതിൻ്റെ വാല്യൂ അതിൻ്റെ മെഷർ ചെയ്യുന്നത് ഫെയർ വാല്യൂവിലാണെങ്കിൽ അതിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് ബയോളജിക്കൽ അസറ്റ്. ഇങ്ങനെ വരുന്ന അസറ്റ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യില്ല, ഈ സ്റ്റാൻഡേർഡിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ ഇൻവെൻട്രീസ് ലാർജ് ക്വാണ്ടിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, റിപ്പീറ്റേറ്റീവ് ബേസിൽ ചെറിയ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണെങ്കിലും ഈ ഒരു സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യില്ല. ദെൻ അസറ്റ് ദാറ്റ് ആർ റെഡി ഫോർ ദെയർ ഇൻറ്റൻഡഡ് യൂസ് ഓർ സെയിൽ വെൻ പർച്ചേസ്ഡ്. ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ആ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വേറെ മറ്റൊരാൾക്ക് സെയിൽ ചെയ്യാം എന്നുള്ളൊരു കണ്ടീഷൻ ആണെങ്കിലും ഈ ഒരു സ്റ്റാൻഡേർഡ് ഈ ഒരു അസറ്റിൻ്റെ കേസിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് ഈ ഒരു അസറ്റിൻ്റെ കേസിൽ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ ആയോ? അപ്പോൾ ഒരു 3 കേസാണ് ഇവിടെ വരുന്നത്. ക്വാളിഫയിങ് അസറ്റ് ഫെയർ വാല്യൂവിൽ മെഷർ ചെയ്യണമെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ബോറോയിങ് കോസ്റ്റ് Ind-AS 23 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇൻവെൻട്രീസ് ലാർജ് ക്വാണ്ടിറ്റിയിൽ റിപ്പീറ്റേറ്റീവ് ബേസിൽ ചെറിയ ടൈം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. Then assets are ready for their intended use or sale when purchased. Then ഇനി ഈ ഒരു സ്റ്റാൻഡേർഡ് എന്നാണ് the standard does not deal with actual or imputed cost of equity including the preferred capital not classified as liability. Then the standard applies to borrowing costs incurred by an entity in connection with the borrowing fund. ഈ ഒരു സ്റ്റാൻഡേർഡ് ബോറോയിങ് കോസ്റ്റുമായിട്ട് ബോറോയിങ് കോസ്റ്റും അതായത് ബോറോയിങ് ഫണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബോറോയിങ് കോസ്റ്റിൻ്റെ കേസിലാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യുക. അപ്പോൾ 3 സ്കോപ്പാണ് ഇതിവിടെ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഒന്ന് ക്വാളിഫയിങ് അസറ്റ് ഫെയർ വാല്യൂവിൽ മെഷർ ചെയ്യുന്ന കേസുള്ള അസറ്റ് ആണെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യില്ല. അതേപോലെ ഇൻവെൻട്രീസ് ലാർജ് ക്വാണ്ടിറ്റിയിൽ റിപ്പീറ്റേറ്റീവ് ബേസിൽ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ ഈ അസറ്റ് ദാറ്റ് ആർ റെഡി ഫോർ ദെയർ ഇൻറ്റൻഡഡ് യൂസ് ഓർ സെയിൽ വെൻ പർച്ചേസ്. Then ഈ ഒരു സ്റ്റാൻഡേർഡ് ആക്ച്വൽ ഓർ ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്ലൂഡിങ് പ്രിഫേർഡ് ക്യാപിറ്റൽ നോട്ട് ക്ലാസിഫൈഡ് ആസ് ലയബിലിറ്റി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ റെക്കഗ്നീഷനിലേക്ക് കടക്കുകയാണ്. എന്താണ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു അസറ്റ് ഈ ഒരു കോസ്റ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് റെക്കഗ്നീഷനിൽ പറഞ്ഞു വരുന്നത്. ദെൻ ബോറോയിങ് കോസ്റ്റ് ദാറ്റ് ആർ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു ദ അക്വിസിഷൻ, കൺസ്ട്രക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് എ ക്വാളിഫയിങ് അസറ്റ് ഷാൾ ബി ക്യാപിറ്റലൈസ്ഡ് ആസ് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് ദ അസറ്റ്.
ഈ ഒരു ബോറോയിങ് കോസ്റ്റ് നമുക്ക് വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏതുമായി റിലേറ്റ് ചെയ്താണ്, അക്വിസിഷനായിട്ടോ കൺസ്ട്രക്ഷനായിട്ടോ പ്രൊഡക്ഷനായിട്ടോ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വാളിഫൈഡ് അസറ്റിൻ്റെ ബോറോയിങ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം. ബട്ട് ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ എ ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ടു ദ എൻറ്റിറ്റി. ഈ ഒരു ബോറോയിങ് കോസ്റ്റ് ഒക്കെ ഫേസ് ചെയ്യുന്നതിൻ്റെ അനന്തരഫലമായിട്ട്, അതായത് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവണം. അതേപോലെ ഇതിൻ്റെ കോസ്റ്റ് റിലയബിളായി മെഷർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ക്വാളിഫൈങ് അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബോറോയിങ് കോസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം. അതായത് അതിൻ്റെ അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ഈ ഒരു ബോറോയിങ് കോസ്റ്റും കൂടിയിട്ട് ആഡ് ചെയ്ത് കാണിക്കാം. അതർവൈസ് ഇതുമായി ക്വാളിഫൈങ് അസറ്റുമായി റിലേറ്റ് ചെയ്യാത്ത ഒരു കോസ്റ്റ് ആണെങ്കിൽ ഇതിനെന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എൻ എക്സ്പെൻസസ് ആൻഡ് ചാർജ്ഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. Then ഇതിന് രണ്ട് പ്രിൻസിപ്പിൾ ഉണ്ട്, പ്രിൻസിപ്പിൾ 1 and 2. An entity shall capitalize the borrowing costs that are directly attributable to the acquisition, construction or production of a qualifying asset as a part of cost of asset. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, ക്വാളിഫൈങ് അസറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബോറോയിങ് കോസ്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ആണെങ്കിൽ, അത് ഏതുമായി റിലേറ്റ് ചെയ്താണെങ്കിൽ അക്വിസിഷൻ, കൺസ്ട്രക്ഷൻ, പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വാളിഫൈങ് അസറ്റ് ആണെങ്കിൽ, ക്വാളിഫൈങ് അസറ്റ് എന്താണെന്നുള്ളത് ഓർക്കണം. ആ ക്വാളിഫൈങ് അസറ്റുമായി റിലേറ്റ് ചെയ്താണെങ്കിൽ അത് കോസ്റ്റ് ഓഫ് അസറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം ബോറോയിങ് കോസ്റ്റിനെ. ദെൻ അതല്ലെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എൻ എക്സ്പെൻസസ് ഇൻ ദ പീരിയഡ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഇൻകേർഡ്. An entity shall recognize other borrowing costs as an expenses in the period in which it is incurred. The next is measurement. Measurement of borrowing cost depends upon whether it is specific borrowing or general borrowing. അതായത് ഒരു ബോറോയിങ് കോസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് അതിൻ്റെ വാല്യൂ നിർണ്ണയിക്കുക അതിൻ്റെ ഏതിൻ്റെയൊക്കെ ബേസിലായിരിക്കാം, സ്പെസിഫിക് ബോറോയിങ്സിൻ്റെയോ ജനറൽ ബോറോയിങ്സിൻ്റെയോ ബേസിലാണ് ഈ ബോറോയിങ് കോസ്റ്റിനെ മെഷർ ചെയ്യുക. Then specific borrowing cost എന്ന് പറഞ്ഞാൽ when entity borrow fund specifically for the purpose of obtaining a qualifying asset, the actual borrowing cost incurred is capitalized. അതായത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫണ്ട് ബോറോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എത്രയാണോ ആ കോസ്റ്റ് വരുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം, അസറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് സ്പെസിഫിക് ബോറോയിങ്സിൻ്റെ ഒരു one of the important characteristics. അതായത് ഫോർ എക്സാമ്പിൾ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യാണ്, ആ മെഷീനറി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോറോ ചെയ്യണം, ഒരു ഇത്ര എമൗണ്ട് എന്നുള്ളത് ബോറോ ചെയ്യണം. ദെൻ ഇപ്പോൾ ഒരു 1 lakh rupees ആണ് മെഷീനറിയുടെ വാല്യൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10% ആണ്. അപ്പോൾ 1 lakhൻ്റെ 10% എത്രയാണ്, 10,000 അല്ലേ. ആ 10,000 നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കി തരുന്നത്. സോ സ്പെസിഫിക് ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ when an entity borrow fund specifically for the purpose of obtaining qualifying asset, the actual borrowing cost incurred is capitalized. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ, മെഷർമെൻറ്റ് ഓഫ് ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ അത് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുള്ള സ്പെസിഫിക് ബോറോയിങ്സ് ഉണ്ട്, അവിടെ ജനറൽ ബോറോയിങ്സ് ഉണ്ട്. ഏതെങ്കിലും സ്പെസിഫിക് പർപ്പസുമായി റിലേറ്റ് ചെയ്താണ് സ്പെസിഫിക് ബോറോയിങ്സ്. ജനറൽ ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ when an entity borrow fund generally then use them for the purpose of obtaining qualifying asset. അതായത് ഒരു ഓർഗനൈസേഷൻ, ആ ഒരു ഓർഗനൈസേഷന് ഡിഫറെൻറ്റ് ലോൺ ഉണ്ടായിരിക്കും, അതായത് ഡിഫറെൻറ്റ് ബോറോയിങ്സ് ഉണ്ടായിരിക്കും, ബോറോ ഫണ്ട് ഉണ്ടായിരിക്കും. അത് ഡിഫറെൻറ്റ് ക്വാളിഫൈങ് അസറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിനെയാണ് ജനറൽ ബോറോയിങ് എന്ന് പറയാം. സോ ഇങ്ങനെയുള്ള കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ ഒരു വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. സോ ദ എമൗണ്ട് ഓഫ് ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ് ഷുഡ് ബി ഡിറ്റർമിൻഡ് ബൈ അപ്ലൈയിങ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ബോറോയിങ് ടു എക്സ്പെൻഡിച്ചർ ഓൺ ദ അസറ്റ്.
അപ്പോൾ എങ്ങനെയാണ് അത് കാണിക്കുക? ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ് ആവറേജ് എക്സ്പെൻഡിച്ചർ ഓൺ ദി അസറ്റ് ക്യാപിറ്റലൈസേഷൻ റേറ്റ്. ദെൻ ഇങ്ങനെയാണ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് കാണുക. ദെൻ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ്സ് ഇൻറ്റു 100. ക്ലിയർ? Then on 1st April 2017, A Limited borrowed 20 lakh to finance the production of assets A and B. Both were expected to take a year to build. എന്താണ്, ഒരു വർഷം പിടിക്കും ആ ഒരു അസറ്റ് ബിൽഡ് ചെയ്യാൻ. ദെൻ ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ടഡ് ഡ്യൂറിങ് 2017-18. 2017-18 അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ലോൺ ഫെസിലിറ്റി ഡ്രോൺ ചെയ്ത് 1st ഏപ്രിലാണ് യൂട്ടിലൈസ്. അതെങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്? 1st ഏപ്രിൽ അസറ്റ് എ 3 lakh ആണ്. ഇവിടെ അസറ്റ് എ എന്ന് എഴുതണം കേട്ടോ. 3 lakh ഉണ്ട്, ഇവിടെ 7 lakh ഉണ്ട്. ദെൻ 1st October 2017 3 lakh, then 7 lakh. The remaining fund invested temporarily. The interest rate on the loan was 9%. Then കമ്പനിക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ 7% ആണ്. Ignoring the compound interest, calculate the cost of asset can be capitalized and also calculate the cost of each asset on 31st March 2018. Then solutionലേക്ക് കടക്കാം. ബോറോയിങ് കോസ്റ്റ് 31st March 2018 വരെ അസറ്റ് എ അസറ്റ് ബിയുടെ കേസാണ് പറയുന്നത്. 6 lakh ആണ് അല്ലേ. 3 lakh 1st ഏപ്രിലുണ്ട്, ഇവിടെ ഒക്ടോബറിൽ 3 lakh ഉണ്ട്. സോ 6 lakhൻ്റെ 9% 54,000. അതേപോലെ മറ്റേതിൽ 7 lakh ഉണ്ട്, ഒക്ടോബറിൽ 7 lakh ഉണ്ട്. സോ ടോട്ടൽ ബോറോയിങ് 14 lakh ഇൻറ്റു 9% 1,26,000. അതിൽ നിന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് ഇങ്ങനെ ചില കേസിൽ എന്ന് പറഞ്ഞാൽ ബോറോ ചെയ്യും. അതായത് ഒരു കമ്പനി അവർക്ക് ആവശ്യമുള്ള എമൗണ്ട് വല്ല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഫണ്ട് ബോറോ ചെയ്യും. പക്ഷെ അവരെന്ത് ചെയ്യില്ല, അറ്റ് വൺ ടൈമിൽ ആ ഒരു ഫണ്ട് ലോൺ എടുത്ത എമൗണ്ട് ഫുള്ളും യൂസ് ചെയ്യില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, പല ഇൻവെസ്റ്റ്മെൻറ്റിലും ഈ ബോറോ ചെയ്ത എമൗണ്ട് എന്ത് ചെയ്യും, പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ് ചെയ്തതിൽ അവർക്ക് എന്ത് കിട്ടാം, ലാഭം കിട്ടാം അല്ലേ. സോ അങ്ങനെ എന്തെങ്കിലും ലാഭങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഷുവറായിട്ടും അത് ലെസ് ചെയ്തിട്ട് വേണം ആ ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എത്ര പെർസെൻറ്റേജിനാണ്? 7%. ബോറോ ചെയ്തിരിക്കുന്നത് 9%. സോ 3 lakh ആണ് ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിമൈനിങ്ങിൽ ഇവിടെ 6 lakh ടോട്ടൽ ബോറോയിങ് ഉണ്ട്. അതിൽ 3 lakh ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി റിമൈനിങ് ബോറോ ഫണ്ട് 3 lakh ഉണ്ട്. അത് എങ്ങനെ കാണുക അതിൻ്റെ percentage? 3 lakh into 6/12 into 7%, 10,500. Then already 14 lakh ഉണ്ട്, അതിൽ 7 lakh യൂസ് ചെയ്തിട്ടുള്ളൂ. റിമൈനിങ് ബാലൻസ് 7 lakh ആണ്. 7 lakh into 6/12, ബാക്കി എത്ര മന്ത് ഉണ്ട്? 6 months ഉണ്ട് അല്ലേ. അപ്പോൾ 6/12 into 7% എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് 7,000. സോ ഇങ്ങനെ ബ്രാക്കറ്റിനെ മീൻ ചെയ്യുന്നത് ലെസ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ബോറോയിങ് കോസ്റ്റിൽ നിന്ന് ഈ ഒരു എമൗണ്ട് 54,000 നിന്ന് 10,500 മൈനസ് ചെയ്താൽ 43,500. അസറ്റ് ബിയുടെ കേസ് ആണെങ്കിൽ 1,26,000 നിന്ന് 24,500 എന്ത് ചെയ്യുക, ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ബോറോയിങ് കോസ്റ്റ് എന്നുള്ള രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്. ഇവിടെ ഇത് ലെസ് ചെയ്യാനുള്ള കാരണം ഏതൊരു ബോറോയിങ് ഫണ്ട് ബോറോ ചെയ്താലും അതിലെ എമൗണ്ട് ചില ടൈമുകളിൽ മുഴുവനായിട്ട് യൂസ് ചെയ്യാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഒരു കമ്പനി എടുത്ത ബോറോ ചെയ്ത ഫണ്ട് പല ഇൻവെസ്റ്റ്മെൻറ്റിലും അവരെന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ നിന്ന് കിട്ടുന്ന സർപ്ലസ് ബോറോയിങ് കോസ്റ്റിൽ നിന്ന് ലെസ് ചെയ്തിട്ട് വേണം അത് ഈ ഒരു ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് ഇവിടെ ലെസ് ചെയ്ത് കാണിക്കുന്നത്. ഇങ്ങനെ ബ്രാക്കറ്റ് ഇടുന്നതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത് കേട്ടോ, മനസ്സിലാക്കി തരുന്നത്.
അപ്പോൾ ഇവിടെ 3 ലാക്ക് ഓൾറെഡി 6 ലാക്കിൽ നിന്ന് 3 ലാക്കായി യൂസ് ചെയ്ത് 3 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് 3 ലാക്ക് ഇൻറ്റു 6/12 ഇൻറ്റു 7% എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ട് എഴുതാനുള്ള കാരണം. ക്ലിയർ ആയോ? Then next is an entity ഡിസ്ക്ലോഷർ ആണ്. അപ്പം റെക്കഗ്നേഷൻ കഴിഞ്ഞു, മെഷർമെൻറ്റ് കഴിഞ്ഞു, ഡിസ്ക്ലോഷർ ആണ്. ആൻ എൻറ്റിറ്റി ഷാൾ ഡിസ്ക്ലോസ്, അതായത് ബോറോയിങ് കോസ്റ്റുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? ദ എമൗണ്ട് ഓഫ് ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്, ആ ഒരു വർഷം അവർ ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ എത്ര ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്തു എന്നുള്ളത് ഈ എൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, കണ്ടീഷനാണ്. ദെൻ ക്യാപിറ്റലൈസേഷൻ റേറ്റ് യൂസ് ടു ഡിറ്റർമൈൻ the amount of borrowing cost eligible for capitalization. Capitalization ഏത് capitalization ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ആ capitalization റേറ്റ് ആണ് borrowing cost എത്രയാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ക്ലോഷറിൽ വരുന്നത്.